Good morning. Today we are going to discuss a new chapter, process costing. So, നമ്മൾ കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിനെ കുറിച്ചും നമുക്കറിയാം. അതായത് ഓരോ സാഹചര്യത്തിലും ഓരോ തരത്തിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചില ഫേംസിൽ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചില ഫേംസിൽ നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആയിരിക്കും. ഈ ഓരോ കോസ്റ്റിങ്ങിനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ കോസ്റ്റിങ്ങും അഡോപ്റ്റ് ചെയ്യുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. സോ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് ദ ഇൻട്രൊഡക്ഷൻ. സോ പ്രോസസ് കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. That is, this method of costing is used to ascertain the cost at each stage of production. നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാനുഫാക്ചറിങ് ഫേംസിൽ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. അതായത് ചില ഓർഗനൈസേഷൻസിൽ ചില പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറ്റ് എ സ്ട്രെച്ചിൽ നമുക്ക് ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ഫൈനലായിട്ട് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. സോ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ ആണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റൈൽസ്, അതായത് ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സസിനും എന്തുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടായിരിക്കും. ആ സ്റ്റേജസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്ട്രക്ചറിൽ നമുക്കൊരു ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. നമുക്കതിന് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആദ്യം തുണി പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു, ദെൻ അതിൽ വല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ കുറേ സ്റ്റേജസ് കടന്നു പോയിട്ടാണ് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. സോ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ, അതുപോലെ സോപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. സോ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓരോ സ്റ്റേജസിനെയും നമ്മൾ ഓരോ പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് പ്രോസസ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. So at the end of each process, the cost per unit is determined by dividing the total cost by the number of units produced at each stage. ഓരോ സ്റ്റേജസ് കഴിയുമ്പോൾ, അതായത് ആ സ്റ്റേജിനെ നമ്മളൊരു പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഓരോ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ പ്രോസസ്സിൽ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വന്നത് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യും. എന്നിട്ട് അതിനെ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യും. സോ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, ഓരോ സ്റ്റേജിലും പ്രൊഡ്യൂസ് ചെയ്ത എത്ര യൂണിറ്റ്സ്, എത്ര നമ്പേഴ്സ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, സോ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അതായത് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ്, ടോട്ടൽ ആ പ്രോസസ്സിൽ എത്രയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അങ്ങനെ ഓരോ പ്രോസസ്സിലും ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ 5-6 പ്രോസസ്സുകൾ, ഓരോ സ്റ്റേജസ് വേണ്ടി വരാം. അപ്പോൾ ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പ്രോസസ് കോസ്റ്റിങ്ങിന് നമ്മൾ ആവറേജ് കോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നത്. സോ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ആവറേജ് കോസ്റ്റിംഗ്. അതുപോലെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നുള്ളൊരു പേരും ഈ പ്രോസസ് കോസ്റ്റിങ്ങിന് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ പ്രോസസ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു കൊഹ്ലർ,
Process costing is a method of costing whereby cost is charged to processes or operations and averaged over units produced. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രോസസ്സിലും നമ്മൾ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ആവറേജ് ചെയ്യുന്നു. ആവറേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്ര യൂണിറ്റ്സിൻ്റെ മീതെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് കിട്ടും. സോ അങ്ങനെ നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ സ്റ്റേജസിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് we are going to discuss about the characteristics of process costing. എന്തൊക്കെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ? ഫസ്റ്റ് characteristics, it is applicable in industries for production is continuous. അതായത് ഈ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ്? ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഇൻഡസ്ട്രീസ് വേർ ആണ്, ഫോർ അല്ല. വേർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഫേമിലാണ് ഈ ഒരു ടൈപ്പ് കോസ്റ്റിംഗ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. അതല്ലാതെ ചിലപ്പം നമ്മൾ ഏതെങ്കിലും ബ്രിഡ്ജ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇവൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊന്നും ഈ പ്രോസസ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ അല്ല. അതേസമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സോപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ ത്രൂ ഔട്ട് നമ്മൾ ഈ സോപ്പ് മാനുഫാക്ചർ ചെയ്യൽ തന്നെയാണ് അവിടെയുള്ള മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ മാത്രമാണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് പ്രോഡക്റ്റ് പാസസ് ത്രൂ 2 or more ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് ഫോർ കംപ്ലീഷൻ. സോ നമുക്കറിയാം, ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോസസ്സും ചെയ്യുന്നത് വ്യത്യസ്ത വർക്കേഴ്സ് ആയിരിക്കും, ലാബറേഴ്സ് ആയിരിക്കും. ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, ലാബറേഴ്സ് ആയിരിക്കും ഓരോ പ്രോസസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുക. സോ അതെല്ലാം എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സുകളാണ്. സോ അങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ലാസ്റ്റ് എന്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള പ്രോഡക്റ്റിൻ്റെ കേസിലാണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, പ്രോഡക്ട്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഹോമോജീനിയസ്. പ്രോഡക്റ്റ്സ് എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരേ തരത്തിലുള്ളതായിരിക്കും, ദെൻ ഒരേ നാച്ചുറലുള്ളതായിരിക്കും പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. അല്ലാതെ വ്യത്യസ്ത തരത്തിലുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ഒരേ തരത്തിലുള്ള റോ മെറ്റീരിയൽസ് വ്യത്യസ്ത കോമ്പിനേഷനിൽ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റ്, ഇപ്പോൾ സോപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് സോപ്പ് മാത്രം എടുക്കുന്നു, എന്നിട്ട് ആ സോപ്പിൻ്റെ പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് പ്രോസസ്സുകളായിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ മാനുഫാക്ചറിങ് ഫേമിൽ തന്നെ വേറെ തരത്തിലുള്ള സോപ്പുകളും ഉണ്ടാവും. അപ്പോൾ ആ സോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വേറെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്നു. സോ അതാണ് ഇവിടെ പറയുന്നത്, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നാൽ മാത്രമേ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, പ്രോഡക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ ദ പ്രോസസ്സിംഗ് സ്റ്റേജ്. നമുക്ക് പ്രോസസ്സിംഗ് സ്റ്റേജസിൽ, അതായത് ഓരോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്റ്റേജസിൽ നമുക്ക് പ്രോഡക്ട്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് പ്രോഡക്റ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തിയാൽ മാത്രമേ അത് സെപ്പറേറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡ്രസ്സായിട്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ മെറ്റീരിയൽ മാത്രമായിരിക്കും. ആ മെറ്റീരിയലുകൾ പീസുകളാക്കി മാറ്റുന്ന ഓരോ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലുള്ള അല്ലെങ്കിൽ പീസുകളാക്കി മാറ്റുന്നതായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നും നമുക്ക് അതിന് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണം എന്നില്ല. The next one, the cost is transferred from one process to another process along with its output. ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. കോസ്റ്റിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് along with its output.
എന്താണ് ആ കോസ്റ്റ് വന്നതിനോട് കൂടെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക്, അതായത് ഒരു പ്രോസസ്സ് അവസാനിക്കുമ്പോൾ ആ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്താണ്, അതിനോടൊപ്പം തന്നെ കോസ്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫിസിക്കൽ ട്രാൻസ്ഫർ ആണ്, പക്ഷേ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിലൂടെയാണ്, നമ്മുടെ പ്രോസസ് അക്കൗണ്ടിലൂടെയാണ്. ദെൻ ലാസ്റ്റ് വൺ, cost of material, labor and overhead are collected for each process and charged accordingly. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, കോസ്റ്റ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്ന ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ് അതിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, so these are the characteristics of process costing. Next we comes to the applications of process costing. Process costing ന്റെ അപ്ലിക്കേഷൻസ് എന്താണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക പ്രൊഡക്ഷൻ സ്റ്റാൻഡർഡൈസ്ഡ് ആകുമ്പോൾ, അതായത് ഒരേ തരത്തിലുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്, അതായത് ഒരേ രീതിയിലുള്ള ഹോമോജീനിയസ് പ്രോഡക്റ്റുകളായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആണ്. അതുപോലെ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് അണ്ടർടേക്കൺ ഓൺ എ ലാർജ് സ്കെയിൽ, നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേ പോകുന്ന ടൈപ്പ് ഇൻഡസ്ട്രീസിലാണ് പ്രോസസ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആകുന്നത്. ദ നെക്സ്റ്റ് വൺ, വേർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ദ പ്രോഡക്റ്റ് ഡ്യൂറിങ് ദ പ്രോസസ്സിംഗ് സ്റ്റേജ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോസസ്സിംഗ് സ്റ്റേജിൽ നമുക്ക് ഓരോ പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. Then where the output of one process becomes the input of next process. ഒരു പ്രോസസ്സ് അവസാനിക്കുമ്പോൾ ആ പ്രോസസ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ നെക്സ്റ്റ് പ്രോസസ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 3 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ സെക്കൻഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ സെക്കൻഡ് ട്രാൻസ്ഫറിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോസസ്സിൽ എന്തായിരിക്കും, ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പ്രോസസ്സ് കഴിഞ്ഞ് തേർഡ് പ്രോസസ്സിലേക്ക് നമ്മളിതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെക്കൻഡ് പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് എന്തായി മാറും, ഔട്ട്പുട്ടായി മാറും. പക്ഷേ അത് തേർഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ടായിരിക്കും അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയുള്ള ടൈപ്പ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് പ്രോസസ്സിങ്ങിലാണ് ഈ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ.